ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ബിസിനസ് മാനേജ്മെൻറ്റ്. ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ. അതിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനുകളിലും മറ്റുമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ രണ്ട് അപ്രോച്ചസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ എംപിരിക്കൽ അപ്രോച്ച്, അതുപോലെ തന്നെ സെക്കൻഡ് വൺ ക്ലാസിക്കൽ അപ്രോച്ച്. ഈ രണ്ട് അപ്രോച്ചസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. ഓക്കെ, ദറ്റ് ഈസ് അവർ തേർഡ് അപ്രോച്ച്, നിയോ ക്ലാസിക്കൽ അപ്രോച്ചാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് ജോർജ് എൽട്ടൺ മായോ ആണ്. ജോർജ് എൽട്ടൺ മായോ വാസ് കൺസിഡേർഡ് ആസ് ഫൗണ്ടർ ഓഫ് ദി നിയോ ക്ലാസിക്കൽ തിയറി. ദി നിയോ ക്ലാസിക്കൽ തിയറി ഈസ് ദ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ദി ക്ലാസിക്കൽ തിയറി വെർ ഇൻ ദ ബിഹേവിയറൽ സയൻസ് ഗെറ്റ് ഇൻക്ലൂഡഡ് ഇൻ ടു ദ മാനേജ്മെൻറ്റ്. അപ്പോൾ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ത് എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു തിയറിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ തിയറി എന്ത് എന്നുള്ളത് ഒന്നുകൂടെ പറയേണ്ടതുണ്ട്. എന്തായിരുന്നു ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്ലാസിക്കൽ തിയറിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു, അല്ലേ? നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകൾ മിനിമം കോസ്റ്റിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ ക്വാളിറ്റിയോടുകൂടി പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ക്ലാസിക്കൽ തിയറിയിൽ പറഞ്ഞത്. അവിടെ മാനേജേഴ്സ് കണ്ടെത്തുന്നത് ഇത്തരത്തിൽ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതും, കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളതും, ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതും, അല്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് മാനേജേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അവിടെ എന്ത് ചെയ്തില്ല, എംപ്ലോയീസിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് അവർ നോക്കിയിരുന്നില്ല. എംപ്ലോയീസിനും ആവശ്യമായിട്ടുള്ള കൺസിഡറേഷൻസ് നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്ലാസിക്കൽ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ? എന്നാൽ നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെർ ഇൻ ദ ബിഹേവിയറൽ സയൻസ് ഗെറ്റ് ഇൻക്ലൂഡഡ് ഇൻ ടു ദ മാനേജ്മെൻറ്റിൽ ബിഹേവിയറൽ സയൻസും കൂടെ വരുന്നുണ്ട്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറും ഹ്യൂമൻ റിലേഷൻസും അതുപോലെയുള്ള ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾക്ക് ഒരു പരിഗണന എന്ത് ചെയ്യുന്നുണ്ട്, നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലാസിക്കൽ തിയറീസ് ഫോക്കസ്ഡ് മോർ ഓൺ സ്ട്രക്ചർ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട് ഓഫ് ദ വർക്കറുടെ ഫിസിക്കൽ ആസ്പെക്റ്റിലും വർക്കറുടെ സ്ട്രക്ചറിലും അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ക്ലാസിക്കൽ തിയറി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിയോ ക്ലാസിക്കൽ തിയറി എന്ത് ചെയ്യുന്നു, ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ദ വർക്കർ ആൻഡ് ഹിസ് റിലേഷൻസ് ഇൻ ദ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ പിന്നെ റിലേഷൻസും അതുപോലെ തന്നെ അവരുടെ ഹ്യൂമൻ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾക്കും ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അതായത് മാനുഷികമായിട്ടുള്ള പരിഗണനകൾ നൽകുന്നുണ്ട് ഏതിൽ, നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ. ദ നിയോ ക്ലാസിക്കൽ തിയറി ഈസ് ആൾസോ കോൾഡ് ദ ബിഹേവിയറൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ ഓർ ദി ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. നിയോ ക്ലാസിക്കൽ തിയറിയെ തന്നെ ബിഹേവിയറൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ എന്നും അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. There are two main sources of neoclassical theory, the human relations movement and behavioral movement. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് സോഴ്സസ് ആണ് പറയുന്നത്, ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ബിഹേവിയറൽ മൂവ്മെൻറ്റും ആണ് ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് പിന്നെ സോഴ്സസ് ആയിട്ട്, നിയോ ക്ലാസിക്കൽ തിയറിയുടെ രണ്ട് സോഴ്സസ് ആയിട്ട് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹോർത്തോൺ എക്സ്പെരിമെൻറ്റ്സിൻ്റെ ബേസിലാണ് എൽട്ടൺ മായോ ഇത്തരത്തിലൊരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1927 അതുപോലെ തന്നെ 1993 വരെ ചിക്കാഗോയിൽ 30,000 എംപ്ലോയീസിനെ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട്, ആ 30,000 എംപ്ലോയീസിൻ്റെ ഇടയിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ള ഇത്തരത്തിലൊരു നിയോ ക്ലാസിക്കൽ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലാന്റ് ഓഫ് ജനറൽ ഇലക്ട്രിക് കമ്പനി GEC എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു പിന്നെ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. സോ നമ്മൾ ജസ്റ്റ് എന്താണ് ഈ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ തിയറിയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ തിയറി ഫോക്കസ് ചെയ്തിരുന്നത് പിന്നെ ഫിസിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകളിലായിരുന്നു, വർക്കേഴ്സിൻ്റെ ഫിസിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകളിലും അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ സ്ട്രക്ചറിലും അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലാണ് ക്ലാസിക്കൽ തിയറി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിയോ ക്ലാസിക്കൽ തിയറി ഫോക്കസ് ചെയ്യുന്നത് ഈ വർക്കേഴ്സിൻ്റെ ആ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റുകൾ കൂടെ, അതുപോലെ തന്നെ അവരുടെ ഹ്യൂമൻ റിലേഷൻസ്, ആ ഓർഗനൈസേഷനിൽ അവരെങ്ങനെ റിലേഷൻസ് കീപ്പ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ദെൻ ഇതിൻ്റെ രണ്ട് സോഴ്സസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു, ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് അതുപോലെ തന്നെ ബിഹേവിയറൽ മൂവ്മെൻറ്റ്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് ആണ്. ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് ആസ് കമ്പയർഡ് ടു ക്ലാസിക്കൽ അപ്രോച്ച്. ഹിയർ പ്രൊഡക്ടിവിറ്റി ഈസ് നോട്ട് ട്രീറ്റഡ് മിയർലി ആസ് എൻ എഞ്ചിനീയറിംഗ് പ്രോബ്ലം. കോപ്പറേഷൻ ഓഫ് എംപ്ലോയീസ്, ടീം സ്പിരിറ്റ് ആൻഡ് their satisfaction are treated as factors useful for raising productivity. It is often said that a happy employee is a more productive employee.
അപ്പോൾ ന്യൂ ക്ലാസിക്കൽ തിയറിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ട് പറയുന്ന ഒന്നാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ന്യൂ ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ടീമായിട്ടാണ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. ഇപ്പോൾ ടീമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ റിലേഷൻസ് ഉണ്ടായിരിക്കും, റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഹാപ്പിനെസ്സിൻ്റെ ബേസിലാണ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൽ പറയുന്നുണ്ട്. അതായത് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലം അല്ല. ഒരു ഓർഗനൈസേഷനിൽ നല്ല മെഷീൻസ് ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊള്ളണം എന്നില്ല. അതേസമയം അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? എംപ്ലോയീസിൻ്റെ കോപ്പറേഷൻ വേണം, അതുപോലെ തന്നെ ടീം സ്പിരിറ്റ് വേണം, എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ വേണം. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രൊഡക്ടിവിറ്റി റൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിലൂടെ പറയുന്നത്. അതാണ് ലാസ്റ്റ് പറയുന്നത്, ഇറ്റ് ഈസ് ഓഫൻ സെഡ് ദാറ്റ് എ ഹാപ്പി എംപ്ലോയി ഈസ് എ മോർ പ്രൊഡക്റ്റീവ് എംപ്ലോയി. അല്ലെ, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. എംപ്ലോയി എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ആയിരിക്കും, നല്ല പ്രൊഡക്ഷൻസ് നടത്താൻ ആ ഒരു ഹാപ്പി എംപ്ലോയിക്ക് സാധിക്കുമെന്നുള്ളതാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ പറയുന്നത്. അതുകൊണ്ട് എംപ്ലോയീസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഒരു ഹ്യൂമൻ റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കണം, കോപ്പറേഷൻ ഉള്ള ആളുകളായിരിക്കണം, ടീം സ്പിരിറ്റോട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നല്ലൊരു അവിടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൽ പ്രധാനമായിട്ടും പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചാണ്. രണ്ടാമത്തെ സോഴ്സ് ആയിട്ട് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി പീപ്പിൾ ആൻഡ് വിത്ത് ദ പീപ്പിൾ ആൻഡ് ഹെൻസ് ദ സ്റ്റഡി ഓഫ് മാനേജ്മെൻറ്റ് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ പീപ്പിൾ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി അതർ പീപ്പിൾ അല്ലേ, മറ്റുള്ളവരിലൂടെ അല്ലെങ്കിൽ പീപ്പിൾസിലൂടെ നമുക്ക് എന്ത് ചെയ്യുകയാണ്? നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകൾ നേടിയെടുക്കുകയാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നിറവേറ്റുകയാണ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പീപ്പിളിനാണ് കൂടുതലായിട്ടും എന്തുള്ളത്? ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്, റോൾ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പീപ്പിളിനും അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻസിനും നമ്മൾ ഫോക്കസ് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചിൽ പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ ഫോമൽ ഗ്രൂപ്പ്സ് ഉണ്ടാവാം, ഇൻഫോമൽ ഗ്രൂപ്പ്സുകൾ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഇൻഫോമൽ ഗ്രൂപ്പ്സുകളാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സെയിം ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ സെയിം ടേസ്റ്റ് ഉള്ള, സെയിം പ്രിഫറൻസ് ഉള്ള, ഒരേപോലെ സ്വഭാവമുള്ള, ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളുകളായിരിക്കും ഒരു ഇൻഫോമൽ ഗ്രൂപ്പിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ഫോമൽ ഗ്രൂപ്പിനകത്ത് അങ്ങനെ ആയിരിക്കില്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകൾ ഉണ്ടായിട്ടുള്ള, അതുപോലെ തന്നെ ബിലീഫ്സ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഒരു ഫോമൽ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കും. എനിവേ ഏത് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ അല്ലെ, ഓരോരുത്തരും പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അവിടെ കോപ്പറേഷൻ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. ഏറ്റവും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഓർഗനൈസേഷന്, എംപ്ലോയീസിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും കൂടെ ഈ ഒരു ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ തിയറിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പ്രധാനമായിട്ടും 3 എലമെൻറ്റുകൾ കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ, വർക്ക് ഗ്രൂപ്പ്, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള 3 എലമെൻറ്റുകൾ കൂടെ ബിഹേവിയറൽ തിയറിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചും ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ തിയറിയുടെ 2 സോഴ്സുകളാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് രണ്ടിലും പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് അവരുടെ സോഷ്യലായിട്ടുള്ള, അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള നീഡ്സുകളും ബേസിക് ആയിട്ടുള്ള നീഡ്സുകൾ കൂടെ പരിഗണിക്കുമ്പോഴാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ടീം സ്പിരിറ്റ്, അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസും അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നൽകുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ നിയോ ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും ഫൈനാൻഷ്യൽ മോട്ടീവ്സ് മാത്രം നൽകിയത് കൊണ്ട് ഒരു എംപ്ലോയി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോളണം എന്നില്ല. നമ്മൾ നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള, അതായത് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സുകൾ കൂടെ നൽകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിലും ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചിലൂടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയീസ് എന്ന് പറയുന്നത് അവർ ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്, അവർ കൃത്യമായിട്ട് ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കോപ്പറേഷൻ ഉണ്ടാവേണ്ടതുണ്ട്, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവേണ്ടതുണ്ട്, അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള നീഡ്സുകളെല്ലാം അവർക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്? നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയീസ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. ഓക്കെ,
നാലാമത്തത് സോഷ്യൽ സിസ്റ്റം അപ്രോച്ചാണ്. ഇതിൽ പറയുന്നത് ദിസ് അപ്രോച്ച് വ്യൂസ് മാനേജ്മെൻറ്റ് ആസ് എ സോഷ്യൽ സിസ്റ്റം ഓർ എ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്പ്. ദിസ് അപ്രോച്ച് ഐഡൻറ്റിഫൈസ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് എംഫസൈസ് ദ നീഡ് ഫോർ കോപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ നിയോ ക്ലാസിക്കൽ തിയറിയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ്, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്പാണ്. ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ സോഷ്യൽ ഗ്രൂപ്പുകളെ പരസ്പരം കോപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിന് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സോഷ്യൽ സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത്. ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഹാസ് മെയ്ഡ് റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ്, ഗ്രൂപ്പ് റിലേഷൻഷിപ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഫോർമൽ ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർമൽ ടീമുകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ടീമുകൾ ഉണ്ടായിരിക്കാം, ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ എനിവേ ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിലും ഫോർമൽ ആണെന്നുണ്ടെങ്കിലും ആ ഈ ടീമുകളെയും ഗ്രൂപ്പുകളെയും മനസ്സിലാക്കുകയും അവരുടെ റിലേഷൻഷിപ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരിൽ നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ സിസ്റ്റം അപ്രോച്ചിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ്. ഹ്യൂമൻ ബീയിങ്സ് ഉൾക്കൊള്ളുന്ന, ഹ്യൂമൻ ബീയിങ്സിനെ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് മാനേജ്മെൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ പറയുന്ന മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയാണ്. ഇറ്റ് ഹൈലൈറ്റ്സ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദെയർ നീഡ്സ്, മോട്ടീവ്സ്, ആസ്പിറേഷൻസ് ആൻഡ് പൊട്ടൻഷ്യൽസ്. ഒരു ഓർഗനൈസേഷനിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അല്ലെ, ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ഓരോ എംപ്ലോയീസും അവരുടെ നീഡ് ഡിഫറൻ്റ് ആയിരിക്കും, ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും അവിടെ. അതുപോലെ തന്നെ അവരുടെ മോട്ടീവ്സ് ഡിഫറൻ്റ് ആയിരിക്കും. ഒരുപക്ഷെ ചില എംപ്ലോയീസിന് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടീവ്സ് ആയിരിക്കും, മോണിറ്ററി ബെനിഫിറ്റുകൾ കിട്ടിയാലായിരിക്കും അവർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. എന്നാൽ മറ്റൊരു എംപ്ലോയി ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അദ്ദേഹത്തിന് നോൺ മോണിറ്ററി ബെനിഫിറ്റുകൾ കിട്ടുമ്പോഴാണ്, അതായത് ഫ്രണ്ട്ഷിപ്പും അതുപോലെയുള്ള ലവും അഫെക്ഷനും കെയറും ഒക്കെ കിട്ടുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ആളുകളും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സിറ്റി നിറഞ്ഞിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ദി കോംപ്ലക്സ് എംപ്ലോയി വ്യൂ ഹോൾസ് ദാറ്റ് പീപ്പിൾ ആർ ബോത്ത് കോംപ്ലക്സ് ആൻഡ് വേരിയബിൾ. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ടുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. മാനേജ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സിനെ തന്നെയാണ്. കാരണം എന്താണ്, പീപ്പിൾസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്, വേരിയബിൾ ആണ്. ദേ ഹാവ് മെനി മോട്ടീവ്സ്, ലേൺ ന്യൂ മോട്ടീവ്സ് ത്രൂ എക്സ്പീരിയൻസ്, ആൻഡ് മോട്ടീവ്സ് വേരി ഫ്രം ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽസ്. നമുക്ക് അങ്ങനെ പറയാവുന്നതാണ്. അതായത് ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറൻ്റ് ആയിട്ടുള്ള മോട്ടീവ്സ് ആയിരിക്കും, ഡിഫറൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ, ഡിഫറൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. സോ ഇതിനെല്ലാം ഹോൾഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കായിരിക്കണം, സ്ട്രാറ്റജീസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ സിംഗിൾ മാനേജറിയൽ സ്ട്രാറ്റജി ദാറ്റ് വർക്ക്സ് ഫോർ ഓൾ പീപ്പിൾ അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, എല്ലാ ആളുകളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ മാനേജറിയൽ സ്ട്രാറ്റജി ഇവിടെ ഇല്ല എന്നുള്ളതാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്, എംപ്ലോയീസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്. എംപ്ലോയീസ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, അവർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള മോട്ടീവ്സ് ഉണ്ട്, അവർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഡിഫറൻ്റ് ആണ്. സോ നമുക്ക് എല്ലാവരെയും കോമൺ ആയിട്ട് ഒരേ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ സമയത്തും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, then modern management theory il varuna mattu approaches aanu. I'll first one parayna management science approach aanu. It attempts to understand managerial problems and to provide suitable solutions by the application of scientific methodology. This school proves a quantitative basis for decision making. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ്. അല്ല, അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാണ്, ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മാനേജീരിയൽ പ്രോബ്ലംസിന് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന മാനേജീരിയൽ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഒരു അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് നമ്മൾ ഈ ഒരു സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്, ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ചിലൂടെ പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തത് സിസ്റ്റം അപ്രോച്ചാണ്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് പറഞ്ഞു, അത് തന്നെയാണ്
തന്നെയാണ് പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻസുകൾ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെ, സിസ്റ്റം എന്നെപ്പോഴാണ് നമ്മൾ പറയുക, ഒരു ഓർഗനൈസേഷൻ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്ന എപ്പോഴാണ്, ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നു, അല്ലെ, ടുഗദർ അവർ വർക്ക് ചെയ്യുകയാണ്, ഒരുമിച്ച് അവർ വർക്ക് ചെയ്യുമ്പോഴാണ് അതിനെ ഒരു സിസ്റ്റമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ എലമെൻറ്റ്സ് നോൺ ആസ് സബ് സിസ്റ്റംസ് ദാറ്റ് ആർ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇന്റർ റിലേറ്റഡ്. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ചെറിയ ചെറിയ എലമെൻറ്റുകൾ അല്ലെങ്കിൽ ചെറിയ സബ് സിസ്റ്റംസ് ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ആ സബ് സിസ്റ്റംസ് എല്ലാം എന്തായിരിക്കും, ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇന്റർ റിലേറ്റഡ് ആയിരിക്കും. ദിസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് an organization is studied in detail and decisions are taken for each subsystem which in turn is in conformity with the total system. അല്ലേ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സിസ്റ്റമാണ്. അല്ലേ, അതിനകത്ത് ഒരുപാട് സബ് സിസ്റ്റംസ് ഉണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഒരുപാട് പിന്നെ സെക്ഷൻസ് ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നു, അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ജോയിൻ ടുഗദർ ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിസ്റ്റം അപ്രോച്ചിലൂടെ പറയുന്നത്. ദെൻ തേർഡ് വൺ പറയുന്ന കണ്ടിൻജൻസി ഓർ സിറ്റുവേഷണൽ അപ്രോച്ചാണ്. ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഹാസ് ഡെവലപ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ദർ ഈസ് നോ സിംഗിൾ ബെസ്റ്റ് മെത്തേഡ് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു മാനേജറിയൽ പ്രോബ്ലംസ്. ഈ ഒരു അപ്രോച്ചിലൂടെ പറയുന്നത് നമ്മുടെ മാനേജറിയൽ പ്രോബ്ലംസിന്, നമ്മുടെ മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന മാനേജറിയൽ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ബെസ്റ്റ് മെത്തേഡ് ഇല്ല എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ദ ഹോൾ ബോഡി ഓഫ് മാനേജ്മെൻറ്റ് നോളജ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് ബൈ ദ മാനേജേഴ്സ് സെലക്റ്റീവ്ലി ആൻഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ആൻഡ് സർക്കംസ്റ്റൻസ് ഓഫ് ഈച്ച് കേസ്. ഓരോ കേസ് വരുമ്പോഴും, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തും, ഓരോ പ്രോബ്ലംസ് വരുന്ന സമയത്തും അവിടെ സെലക്റ്റീവായിട്ട് അവിടെ അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആ സർക്കംസ്റ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു കേസിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിൻജൻസി അല്ലെങ്കിൽ സിറ്റുവേഷൻ അപ്രോച്ചിൽ പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്ന ഒരു സിംഗിൾ ബെസ്റ്റ് മെത്തേഡ് നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്തും അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏത് എന്നുള്ളത് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സിറ്റുവേഷൻ അപ്രോച്ചിലൂടെ പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് ഓപ്പറേഷണൽ അപ്രോച്ചാണ്. ഓപ്പറേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് കൂൺസ് ഓൺ ഡൊണൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഈ ഒരു അപ്രോച്ചിലൂടെ പറയുന്നത് ദിസ് അപ്രോച്ച് ആൾസോ ട്രീറ്റ്സ് ദ മാനേജ്മെൻറ്റ് ആസ് യൂണിവേഴ്സൽ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ നേച്ചറിൽ പറഞ്ഞതായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു അപ്രോച്ചിലൂടെയും പറയാൻ ഉദ്ദേശിക്കുന്നത്. ദ സെയിം ടൈം ദിസ് അപ്രോച്ച് ഈസ് ഓൾസോ എക്സ്പ്ലെയിൻ ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് മാനേജേഴ്സ് ഓപ്പറേറ്റ് ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ് ആൻഡ് ഹെൻസ് ദ പ്രോബ്ലംസ് ഓഫ് മാനേജേഴ്സ് ആർ ആൾസോ ഡിഫറെൻറ്റ്. അല്ല, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അതോടൊപ്പം മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ അവർ ഫേസ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഒരു മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അല്ല മറ്റൊരു മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെർഫോർ എ ഗുഡ് മാനേജർ ഷുഡ് അക്വയർ ദ നോളജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഹീ ഷുഡ് അപ്ലൈ ഇറ്റ് ഓൺലി ബൈ കൺസിഡറിങ് ദ എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് ഹീ ഈസ് വർക്കിംഗ്. അതുകൊണ്ട് തന്നെ ഒരു മാനേജർ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നോളജുകൾ അക്വയർ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏത് മെത്തേഡാണ് അല്ലെങ്കിൽ ഏത് സൊല്യൂഷനാണ് അല്ലെങ്കിൽ ഏത് പിന്നെ പ്രിൻസിപ്പിളാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് അത് അപ്ലൈ ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നുള്ളതാണ് ഓപ്പറേഷണൽ അപ്രോച്ചിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷണൽ അപ്രോച്ചിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് എന്നുള്ളതും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ആ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൻ്റെ ആ ഒരു എൻവിറോൺമെൻറ്റ് അത് അവിടെ എന്ത് സിറ്റുവേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേഷണൽ അപ്രോച്ചിലൂടെ പറയുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട അപ്രോച്ചസ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബെസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഏതാണ്? നമ്മൾ ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അല്ലെ, എംപിരിക്കൽ അപ്രോച്ച് പറഞ്ഞു, ക്ലാസിക്കൽ അപ്രോച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ മാനേജ്മെൻറ്റ് സയൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറഞ്ഞു. അല്ലേ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഏത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ നോ സ്കൂൾ ഓഫ് തോട്ട് ഈസ് ഇൻഡിവിജ്വലി ദ ബെസ്റ്റ്. ഇവിടെ ഒന്നും എന്തല്ല ബെസ്റ്റ് അല്ല. ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് തോട്ട്
തോട്ടാണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഓൾ ദി സ്കൂൾ ഓഫ് തോട്ട് ഹാസ് സം റെലവൻസ് ഇൻ വൺ വേ ഓർ അതർ. അല്ലെ, ഏതെങ്കിലും എല്ലാ പിന്നെ സ്കൂൾ ഓഫ് തോട്ടുകൾക്കും ഒരു സിറ്റുവേഷനിൽ അത് പിന്നെ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത് അത് റെലവൻ്റ് അല്ലാതെ ആകും. അല്ലേ, അതുപോലെ തന്നെ എല്ലാ സ്കൂൾ ഓഫ് തോട്ടിനും അതിൻ്റേതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. അത് ഒരു പിന്നെ സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ മറ്റൊരു സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. അതുകൊണ്ട് ഒരു ബെസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്കൂൾ ഓഫ് തോട്ടുകളും ബെസ്റ്റ് ആണ് എന്നുള്ളത് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നും ബെസ്റ്റ് അല്ല എന്നുള്ളത് പറയേണ്ടി വരും. മീൻസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സ്കൂൾ ഓഫ് തോട്ടിനും അതിൻ്റേതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും, നമുക്ക് അതിൽ നിന്നും നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.